സങ്കടക്കയം അതിജീവിച്ച ചൂരൽമല മുണ്ടക്കയിലെ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് മേപ്പാടി സ്കൂൾ. വിദ്യാർത്ഥികൾക്കായി പുതിയ പഠന സാമഗ്രികളും ക്ലാസ് മുറികളും നൽകി മന്ത്രിമാരായ വി ശിവൻകുട്ടി, എ കെ ശശീന്ദ്രൻ, OR കേളു എന്നിവരുടെ നേതൃത്വത്തിൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. വെള്ളാർമല GVHS, മുണ്ടക്കൈ GLP സ്കൂൾ എന്നിവിടങ്ങളിലെ 614 വിദ്യാർത്ഥികൾക്കാണ് പുനഃപ്രവേശനത്തിൽ നാടൊന്നാകെയും സ്വാഗതമൊരുക്കിയത്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ഒരുക്കിയ പ്രത്യേക ക്ലാസ് മുറികളിലായാണ് വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കിയിട്ടുള്ളത്. രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ മന്ത്രിമാരായ വി ശിവൻകുട്ടി, എ കെ ശശീന്ദ്രൻ, OR കേളു എന്നിവരുടെ കൈപിടിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിലേക്കെത്തി. മുഖ്യമന്ത്രിയുടെ പ്രത്യേക സന്ദേശം വായിച്ച വി ശിവൻകുട്ടി, വയനാടിനൊപ്പമാണ് നാടൊന്നാകെയെന്നും വെള്ളാർമലയിൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ സ്മാരകമായി നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ പുതിയ സ്കൂൾ കെട്ടിടവും സൗകര്യങ്ങളും ഒരുക്കുമെന്നും ഉറപ്പു നൽകി. സമാനതയില്ലാത്ത പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. അതിനുള്ള നിശ്ചയദാർഢ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. നിങ്ങളെ ഈ നാട് ചേർത്ത് പിടിക്കുന്നുണ്ട്. പഠിച്ച് മുന്നേറുക. ഇതിനായി എല്ലാ സാഹചര്യവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കും. കിഫി ഫണ്ട് ഉപയോഗിച്ച് കിട്ടിയ തകരാതിരിക്കുന്ന കെട്ടിടം നമ്മുടെ എല്ലാവരുടെയും സ്മാരകമായി നിലനിർത്തണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധിക സൗകര്യത്തിനായി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന 12 ക്ലാസ് മുറികളുടെ ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. അതിജീവനത്തിന്റെ ആദ്യ പടിയാണ് പ്രവേശനോത്സവമെന്നും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ ഇന്ന് പൊതുജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ അവ പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി 135 പേരുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ യൂണിഫോം, പാഠപുസ്തകങ്ങൾ, നഴ്സറി വിദ്യാർത്ഥികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാസംഘങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കൈരളി ന്യൂസ്, വയനാട്.